ഈ കഥ നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് കാണണേ. ലൈക്ക് ചെയ്യാനും മറക്കണ്ട. അവൾ അവിടുന്ന് അവളുടെ റൂമിലേക്ക് ഓടി. ഇനി നിരാഹാരം കടന്ന് കല്യാണം മുടക്കാന്നായിരിക്കും അവളുടെ വിചാരം. പങ്കജം പറഞ്ഞു. ചേച്ചിക്ക് ഇഷ്ടല്ലെങ്കിൽ ഈ കല്യാണം നടത്തണ്ട അമ്മേ. പാവം ചേച്ചി കരയുന്നത് കണ്ടില്ലേ? ദീപ്തി ചോദിച്ചു. മിണ്ടാതിരുന്ന് കഴിക്കാൻ നോക്കടി. എങ്ങനെയെങ്കിലും ആ കല്യാണം ഒന്ന് നടന്നു കിട്ടിയാൽ മതിയെന്ന് വിചാരിക്കുമ്പോഴാ അവളുടെ ഒരു. പങ്കജം പറഞ്ഞു. റൂമിലെത്തി ഗൗരി ഡോർ ലോക്ക് ചെയ്ത് മുറിയുടെ ഒരു മൂലയിലായിരുന്നു. ചുമരിലേക്ക് തല ചായ്ച്ചു വെച്ച് കരഞ്ഞു. മഹാദേവ, ഈ കല്യാണം മുടക്കാൻ നീ എന്തെങ്കിലും ഒന്ന് ചെയ്യണേ. എനിക്ക് വേറെ ഒരു വഴിയില്ല. ഇവിടുന്ന് ഇറങ്ങിയ മറ്റെവിടെ പോകുന്ന് എനിക്കറിയില്ല. പിന്നെ എന്റെ മുന്നിലുള്ളത് ആത്മഹത്യ മാത്ര. ഇത്രയൊക്കെ സഹിച്ചിട്ടും ഞാൻ അത് ചെയ്യാതിരുന്നത് ആത്മഹത്യ പാപാണെന്ന് വിശ്വസിക്കുന്നത് കൊണ്ടാ. എന്നാൽ എനിക്ക് മറ്റു വഴിയൊന്നുമില്ലെങ്കിൽ ഞാൻ അത് തന്നെ ചെയ്യും, ഗൗരി മനസ്സിൽ വിചാരിച്ചു. എന്നിട്ട് ആ മൂലയിൽ ചുരുണ്ടുകൂടി കിടന്നു. പിറ്റേന്ന് ഓഫീസിലെത്തിയ ഗൗരിക്ക് ഞായറാഴ്ച നടക്കാനിരിക്കുന്ന കല്യാണത്തെക്കുറിച്ച് തന്നെയായിരുന്നു ചിന്ത. അവൾ മൂഡ് ഓഫായി ആലോചിച്ചിരിക്കുന്നത് കണ്ട് ദീപ അവളുടെ അടുത്തേക്ക് ചെന്ന് ചോദിച്ചു. എന്തുപറ്റി ഗൗരി? നീ കുറെ നേരമായല്ലോ ആലോചിച്ചിരിക്കാൻ തുടങ്ങിയിട്ട്. അത് കേട്ട് ഗൗരി ഒന്ന് ഞെട്ടി. എന്നിട്ട് പറഞ്ഞു, ഏയ് ഒന്നുമില്ല ചേച്ചി. അപ്പ അഞ്ജലി പറഞ്ഞു, ജോലിയൊന്നും ചെയ്യാതെ ഇവിടെ ആലോചിച്ച് വെറുതെ ഇരുന്നാലും സാലറി കിട്ടുമല്ലോ. വശീകരണ മന്ത്രം അറിയാവുന്നവളല്ലേ. അഞ്ജലി, നീ ചെയ്യാനുള്ള ജോലി എന്തെന്ന് വെച്ചാ അത് മര്യാദയ്ക്ക് ചെയ്ത് സാലറി വാങ്ങിക്ക്. വെറുതെ മറ്റുള്ളവരെന്ത് ചെയ്യുന്നു എന്ന് നോക്കി നടക്കണ്ട നീ, ദീപ പറഞ്ഞു. എന്റെ ജോലി ചെയ്തു തന്നെയാ ഞാൻ സാലറി വാങ്ങിക്കുന്നത്. മറ്റുള്ളവരുടെ കാര്യം അന്വേഷിച്ച് നടക്കുന്നത് നിങ്ങളാ, ഞാനല്ല, അഞ്ജലി പറഞ്ഞു. ഈ ഫ്ലോറിന്റെ ഇൻചാർജ് എനിക്ക് ദേവൻ തന്നിരിക്കുന്നത്. ജോലിയൊന്നും ചെയ്യാതെ മടി പിടിച്ച് വെറുതെ ഇരിക്കുന്നവരെ പണിയെടുപ്പിക്കാനും മറ്റെന്തെങ്കിലും സാഹചര്യങ്ങൾ കൊണ്ട് വർക്ക് ചെയ്യാനുള്ള മാനസികാവസ്ഥ ഇല്ലാത്തവരെ കണ്ടാൽ എന്തുകൊണ്ടാണെന്ന് അന്വേഷിക്കാനുള്ള ചുമതല എനിക്കുണ്ട്. അതുകൊണ്ട് ഞാൻ ആരോടെങ്കിലും എന്തെങ്കിലും ചോദിക്കുന്നുണ്ടെങ്കിൽ അതിന്റെ മറുപടിയുമായി അഞ്ജലി വരണ്ട. പോയിരുന്ന് ജോലി ചെയ്യാൻ നോക്ക്, ദീപ പറഞ്ഞു. ഫ്ലോർ ഇൻചാർജ് എന്ന് പറഞ്ഞ് ഒരു പോസ്റ്റും തന്ന് ഇവിടെ ഒരു സീറ്റിൽ ഇരുത്തിയിട്ടുണ്ട് എന്നല്ലാതെ നിങ്ങൾക്ക് പ്രത്യേകിച്ച് പണിയൊന്നുമില്ലല്ലോ. പുതുതായി ആരെങ്കിലും ഒന്ന് വന്നാൽ അവർക്ക് ട്രെയിൻ ചെയ്യിക്കണം, അത്രയല്ലേ ഉള്ളൂ. ബാക്കിയുള്ള സമയം ആരോടെങ്കിലൊക്കെ കുശലം ചോദിച്ചു നടക്കും. അതിനല്ലേ നിങ്ങൾ ഒരു മാനേജറുടെ സാലറി വാങ്ങിച്ചെടുക്കുന്നത്. ഇതൊക്കെ നിങ്ങൾ എങ്ങനെ ഒപ്പിക്കുന്നു എന്ന് മനസ്സിലാകാത്തവരൊന്നുമല്ല ഞങ്ങള്, അഞ്ജലി പറഞ്ഞു. നിനക്കെല്ലാം മനസ്സിലായെങ്കിൽ നീയൊന്ന് ശ്രമിച്ചു നോക്ക്. അല്ലാതെ മറ്റുള്ളവരോട് അസൂയ വെച്ച് നടക്കല്ല വേണ്ടത്. വെറുതെ ഇവിടെ പ്രശ്നം ഉണ്ടാക്കാതെ നീ നിന്റെ ജോലി ചെയ്യാൻ നോക്ക്. അല്ലെങ്കിൽ എനിക്ക് റിപ്പോർട്ട് ചെയ്യേണ്ടി വരും, ദീപ പറഞ്ഞു. ആ സമയത്ത് ദേവൻ ഓഫീസിലേക്ക് വരുന്നത് കണ്ട് അഞ്ജലി വേഗം അവളുടെ വർക്ക് ചെയ്യാൻ തുടങ്ങി. ദേവനെ കണ്ട് എഴുന്നേറ്റ് നിന്ന് എല്ലാവരും ഗുഡ് മോർണിംഗ് പറഞ്ഞെങ്കിലും ദേവൻ അവരെ മൈൻഡ് ചെയ്യാതെ പോയി. ദേവൻ ദീപയുടെ അടുത്തെത്തിയപ്പോൾ അവളും ഗുഡ് മോർണിംഗ് ദേവൻ എന്ന് പറഞ്ഞപ്പോൾ അവൻ ദീപയെ നോക്കി ഒന്ന് ചിരിച്ച്, ഗുഡ് മോർണിംഗ്, ക്യാബിനിലേക്കൊന്ന് വരൂ, കുറച്ച് സംസാരിക്കാനുണ്ട് എന്ന് പറഞ്ഞ് അവന്റെ ക്യാബിനിലേക്ക് പോയി. ദീപ പിന്നാലെ ചെന്നു. ഓഫീസ് ടൈം കഴിഞ്ഞ് ബസ് സ്റ്റോപ്പിലേക്ക് നടക്കുമ്പോൾ ഗൗരി ദീപയോട് ചോദിച്ചു, അഞ്ജലി മേഡോ നാൻസി മേഡോ എന്താ ഇങ്ങനെ ആയിപ്പോയത്? അവർക്ക് എല്ലാവരെയും സംശയത്തോടെയാണല്ലോ കാണാൻ കഴിയുന്നുള്ളൂ. അതിന് അവരുടെ ഭാഷയിൽ തന്നെ ഞാൻ മറുപടി പറയാം. രണ്ടും കല്യാണം കഴിഞ്ഞെങ്കിലും ഭർത്താവിനെ വേണ്ടെന്ന് വെച്ച് ജീവിക്കുക, അതിന്റെയാ. അഞ്ജലി കല്യാണം കഴിഞ്ഞ് കുറച്ച് മാസങ്ങൾ കഴിഞ്ഞതും വേണ്ടെന്ന് വെച്ചു. കുട്ടികളൊന്നും ആയിട്ടില്ല. നാൻസി ഈ ഇടയ്ക്കാ ഡിവോഴ്സായത്. 2 കുട്ടികളുണ്ട്. അഞ്ജലിയുടെ വീട് കുറച്ച് ദൂരെയാണെങ്കിലും ദിവസവും പോയി വരിക. കോളേജിൽ പഠിക്കുമ്പോൾ തന്നെ അഞ്ജലിക്ക് ദേവനോട് കുറച്ച് അടുപ്പുണ്ടായിരുന്നു. ദേവനും ഉണ്ടായിരുന്നു എന്ന് അറിഞ്ഞത്. എന്നാ എന്തൊക്കെയോ കാരണങ്ങൾ കൊണ്ട് അവരുടെ മാരേജ് നടന്നില്ല. അവളിപ്പോഴും ദേവനെ ആ ഒരു രീതിയിലാ കാണുന്നത്. അതുകൊണ്ടാ ദേവൻ ആരോടെങ്കിലും അടുപ്പം കാണിക്കുന്നതോ ദേവനോട് ആരെങ്കിലും അടുപ്പം കാണിക്കുന്നതോ അവൾക്ക് ഇഷ്ടപ്പെടാത്തത്, ദീപ പറഞ്ഞു. ദേവൻ സാറിന് ഇപ്പോഴും അഞ്ജലി മേഡത്തിനോട് അങ്ങനെ ഒരു അടുപ്പമുണ്ടോ? ഗൗരി ചോദിച്ചു. ദേവന്റെ ജീവിതത്തിൽ മറ്റു പല ട്രാജഡികളും ഉണ്ടായിട്ടുണ്ട്. അതിൽ നിന്നൊന്നും ദേവൻ പൂർണ്ണമായും റിക്കവർ ആയിട്ടില്ല. അതുകൊണ്ട് ദേവൻ അങ്ങനെ ഒരു അടുപ്പം അഞ്ജലിയോട് ഇപ്പം ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല, ദീപ പറഞ്ഞു. നാൻസി മേഡോ, നാൻസി മേഡത്തിന് ദേവൻ സാറിനോട് അങ്ങനെ ഒരു അടുപ്പമുണ്ടോ? ഗൗരി ചോദിച്ചു. നാൻസിക്ക് അങ്ങനെ ഒരു അടുപ്പമുള്ളതായി തോന്നിയില്ല. എങ്കിലും കോളേജിലെ ദേവന്റെ ഫ്രണ്ടായിരുന്നു നാൻസിയും. മറ്റാരും ദേവന്റെ ഫ്രണ്ടല്ലല്ലോ. അതുകൊണ്ട് ഫ്രണ്ടായ അഞ്ജലിക്കും നാൻസിക്കുമാണ് ആ ഓഫീസിൽ കൂടുതൽ സ്വാതന്ത്ര്യമെന്നാ അവളുടെ ധാരണ. വീട് കുറച്ച് ദൂരെയാണെങ്കിലും അഞ്ജലി പോയി വരുന്നത് പോലെ വേണമെങ്കിൽ നാൻസിക്കും പോയി വരാവുന്നതാ.
എന്നാലും മക്കളെ അമ്മയുടെ അടുത്താക്കി അവൾ ഇവിടെ ഒരു ഹോസ്റ്റലിലാ താമസിക്കുന്നത്, ദീപ പറഞ്ഞു. ഹോസ്റ്റലിലോ? അതെവിടെയാ? ഗൗരി ചോദിച്ചു. ടൗണിൽ തന്നെയാ, ദീപ പറഞ്ഞു. അവിടെ അഡ്മിഷൻ കിട്ടണമെങ്കിൽ എന്താ ചെയ്യേണ്ടത്? ഗൗരി ചോദിച്ചു. ഹോസ്റ്റലിൽ താമസിക്കാൻ പോവുകയാണോ ഗൗരി? ദീപ ചോദിച്ചു. അങ്ങനെ ഒരു ആവശ്യം വന്നാലോ, അതുകൊണ്ട് ചോദിച്ചതാ, ഗൗരി പറഞ്ഞു. നിന്റെ അച്ഛൻ പറയുന്ന ആ കല്യാണം നടക്കുന്നതിൽ നല്ലത് ഹോസ്റ്റലിൽ താമസിക്കുന്നത് തന്നെയാ. രാവിലെ വീട്ടിൽ നിന്ന് കുറച്ച് നേരത്തെ ഇറങ്ങി അവിടെ പോയി ഒന്ന് അന്വേഷിച്ചു നോക്കിയാൽ മതി, ദീപ പറഞ്ഞു. അവർക്ക് പോകാനുള്ള ബസ് വന്നപ്പോൾ അവർ അതിൽ കയറിപ്പോയി. പിറ്റേന്ന് രാവിലെ ഗൗരി വീട്ടിൽ നിന്ന് നേരത്തെ ഇറങ്ങി ഹോസ്റ്റലിൽ ചെന്ന് അന്വേഷിച്ചതിനു ശേഷം ഓഫീസിലേക്ക് പോയി. ലഞ്ച് കഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ ദീപ ഗൗരിയോട് ചോദിച്ചു, ഹോസ്റ്റലിൽ ചെന്ന് അന്വേഷിച്ചോ? റൂം ഒഴിവില്ല ചേച്ചി, ഗൗരി പറഞ്ഞു. ടൗണിൽ തന്നെ വേറെ 2 ഹോസ്റ്റലിൽ കൂടി ഉണ്ടായിരുന്നല്ലോ, ദീപ ചോദിച്ചു. ആദ്യം പോയ ഹോസ്റ്റലിൽ നിന്ന് പറഞ്ഞു മറ്റ് 2 കൂടെ പോയി നോക്കാൻ. ഞാൻ പോയി നോക്കി. ഇപ്പോ ഒഴിവില്ല, വെക്കേഷൻ സമയമാവുമ്പോഴേക്കേ ഇനി റൂം കാലിയാവൂന്നാ പറഞ്ഞത്, ഗൗരി പറഞ്ഞു. മറ്റെവിടെയെങ്കിലും ഉണ്ടോന്ന് ഞാനൊന്ന് അന്വേഷിച്ചു നോക്കട്ടെ, എന്നിട്ട് പറയാം, ദീപ പറഞ്ഞു. ഹോസ്റ്റൽ കിട്ടിയാൽ വലിയ ഉപകാരാവും ചേച്ചി, ഗൗരി പറഞ്ഞു. ഞാൻ അന്വേഷിച്ചു നോക്കിയിട്ട് പറയാം. നാളെ സ്റ്റാഫ് മീറ്റിംഗ് ഉണ്ട്. ഞാൻ അന്ന് പറഞ്ഞില്ലേ എഫിഷ്യൻ്റായ വർക്കേഴ്സിനെ പെർമനൻ്റ് ആക്കുന്ന കോൺട്രാക്റ്റിനെ പറ്റി? അതാരാന്ന് നാളെ അറിയും, ദീപ പറഞ്ഞു. ചേച്ചി അങ്ങനെയാണോ വർക്ക് ചെയ്യുന്നത്? ഗൗരി ചോദിച്ചു. ഞാൻ അങ്ങനെയല്ല വർക്ക് ചെയ്യുന്നത്, ദീപ പറഞ്ഞു. അതെന്താ, ചേച്ചി എഫിഷ്യൻ്റ് അല്ലാത്തതുകൊണ്ടാണോ? ഗൗരി ചോദിച്ചു. ചിലപ്പോൾ ദേവന് ഞാൻ എഫിഷ്യൻ്റ് അല്ലാന്ന് തോന്നിക്കാണും, ദീപ പറഞ്ഞു. ഇപ്പം നല്ല എഫിഷ്യൻ്റായ വർക്കറാണെന്ന് തോന്നി പെർമനൻ്റായി അപ്പോയിന്റ് ചെയ്താലും പിന്നീട് അയാൾ കമ്പനിക്കെതിരെ പ്രവർത്തിച്ചാൽ എന്തു ചെയ്യും? ഗൗരി ചോദിച്ചു. കരാർ എപ്പോഴും കമ്പനിക്ക് ഫേവറായേ ചെയ്യൂ. അങ്ങനെ ഉണ്ടായാൽ ആ നിമിഷം അയാളെ പുറത്താക്കാനും അയാളിൽ നിന്ന് നഷ്ടപരിഹാരം ലഭിക്കാനുള്ള രീതിയായിരിക്കും കരാറിൽ, ദീപ പറഞ്ഞു. ഇപ്പൊ കമ്പനിയിൽ ആരൊക്കെ അങ്ങനെ വർക്ക് ചെയ്യുന്നവർ? ഗൗരി ചോദിച്ചു. കോശി സാർ, കിഷോർ, രാജീവ്, അങ്ങനെ കുറെ പേരുണ്ട്, ദീപ പറഞ്ഞു. നിനക്ക് ഇവിടുത്തെ കാര്യങ്ങളൊന്നും അറിയാത്തത് ഫോണില്ലാത്തതുകൊണ്ടാ. മീറ്റിങ്ങിന്റെ കാര്യങ്ങളെല്ലാം ഗ്രൂപ്പിൽ ഇട്ടിട്ടുണ്ട്, ദീപ പറഞ്ഞു. ആദ്യം എൻ്റെ കടങ്ങളൊക്കെ തീരട്ടെ ചേച്ചി, എന്നിട്ടേ ഉള്ളൂ ഫോൺ വാങ്ങിക്കലൊക്കെ, എന്ന് പറഞ്ഞ് അവൾ കഴിച്ചെഴുന്നേറ്റു. രാത്രി കഴിക്കാനുള്ള ഭക്ഷണം വിളമ്പിക്കൊടുക്കുമ്പോൾ രാഘവൻ ഗൗരിയോട് പറഞ്ഞു. ഇന്നിപ്പോ വ്യാഴാഴ്ചയായില്ലേ, 2-3 ദിവസം കൂടിയേ കല്യാണത്തിനുള്ളൂ. സാലറി കിട്ടിയതല്ലേ, നിനക്ക് എന്തെങ്കിലും വാങ്ങിക്കാനുണ്ടെങ്കിൽ വാങ്ങിച്ചോ. രാമകൃഷ്ണൻ കല്യാണത്തിന്റെ അന്നിടാനുള്ള സാരിയും ആഭരണങ്ങളും മാത്രമേ കൊണ്ടുവരൂ. മഹാദേവ, അപ്പോഴേക്കും ദീപചേച്ചി അന്വേഷിച്ചിട്ട് എവിടെയെങ്കിലും ഹോസ്റ്റൽ റൂം ഒഴിവുണ്ടെന്ന് അറിഞ്ഞാൽ മതിയായിരുന്നു, ഗൗരി മനസ്സിൽ വിചാരിച്ചു. ഗൗരി ഒന്നും മിണ്ടാതെ നിൽക്കുന്നത് കണ്ട് രാഘവൻ ചോദിച്ചു. ഞാൻ പറയുന്നത് കേട്ടില്ലേ നീ? കേട്ടു, ഗൗരി ദേഷ്യത്തോടെ പറഞ്ഞു. ഇപ്പൊ നിനക്ക് മറ്റൊരു വഴിയില്ലെന്ന് മനസ്സിലായല്ലേ? ഇനി ഞങ്ങൾ പറയുന്നത് അനുസരിക്കുക നിനക്ക് നല്ലത്, പങ്കജം പറഞ്ഞു. പിറ്റേന്ന് ഗൗരി കുറച്ചു നേരത്തെ ഓഫീസിലെത്തി. ദീപ എത്തുന്നതേ ഉണ്ടായിരുന്നുള്ളൂ. ദീപ വരുന്നത് കണ്ടതും ഗൗരി സീറ്റിൽ നിന്ന് എഴുന്നേറ്റ് ദീപയുടെ അടുത്തേക്ക് ചെന്ന് ചോദിച്ചു. ചേച്ചി അന്വേഷിച്ചോ ഹോസ്റ്റലിന്റെ കാര്യം? ഞാൻ 2-3 ആളോട് ചോദിച്ചിട്ടുണ്ട്. അവരന്വേഷിച്ചിട്ട് പറയാന്നാ പറഞ്ഞിരിക്കുന്നത്. ഇവിടുന്ന് കുറച്ച് ദൂരെയാണെങ്കിലും നിനക്ക് കുഴപ്പമില്ലല്ലോ, ദീപ ചോദിച്ചു. ഇവിടുന്ന് പോയി വരാൻ പറ്റുന്ന ദൂരല്ലേ ഉണ്ടാകൂ, ഗൗരി ചോദിച്ചു. കുറച്ച് ദൂരം ഉണ്ടാകും, എന്നാലും പോയി വരാൻ പറ്റും. ഇന്ന് വെള്ളിയാഴ്ചയല്ലേ, തിങ്കളാഴ്ച ആവുമ്പോഴേക്കും എന്തായാലും അറിയാൻ കഴിയും, ദീപ പറഞ്ഞു. തിങ്കളാഴ്ച വരെയൊന്നും വെയിറ്റ് ചെയ്യാൻ പറ്റില്ല ചേച്ചി. ഞായറാഴ്ചയെ കല്യാണം തീരുമാനിച്ചിരിക്കുന്നത്, ഗൗരി പറഞ്ഞു. ഞായറാഴ്ച കല്യാണോ? എന്താ ഇത്ര പെട്ടെന്ന് തീരുമാനിച്ചത്? ദീപ ചോദിച്ചു. എനിക്ക് സമ്മതമല്ലാത്തതുകൊണ്ട് കൂടുതൽ സമയം എനിക്ക് കിട്ടിയാൽ ഞാൻ മറ്റെന്തെങ്കിലും വഴി നോക്കുമെന്ന് അവർക്കറിയാം. അതുകൊണ്ടാ ഇത്ര പെട്ടെന്ന് നടത്താൻ തീരുമാനിച്ചിരിക്കുന്നത്, ഗൗരി പറഞ്ഞു. ഒരാളെ ഇന്ന് ഉച്ചയ്ക്ക് വിളിച്ചു നോക്കി അറിയാൻ പറ്റും. വിളിച്ചു നോക്കിയിട്ട് ഞാൻ പറയാം. നീ പേടിക്കണ്ട, എന്തെങ്കിലും ഒരു വഴി കിട്ടാതിരിക്കില്ല, ദീപ പറഞ്ഞു. ചേച്ചിയെ ഞാൻ എൻ്റെ സ്വന്തം ചേച്ചിയെ പോലെ കാണുന്നത്. എനിക്ക് മറ്റാരുമില്ല ചേച്ചി. ചേച്ചി തന്നെ എന്നെ സഹായിക്കണം, എന്ന് പറഞ്ഞ് ഗൗരിയുടെ കണ്ണിൽ നിന്ന് കണ്ണുനീർ വന്നു. കരയാതെ, മറ്റുള്ളവർ ശ്രദ്ധിക്കും. ഇപ്പൊ നീ സമാധാനത്തോടെ ഇരുന്ന് നിന്റെ വർക്ക് ചെയ്യ്, എന്ന് പറഞ്ഞ് ദീപ ഗൗരിയെ അവളുടെ സീറ്റിൽ കൊണ്ടുവന്നിരുത്തി.